ഹലോ ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സമ്മർ ഡ്രിങ്കുമായിട്ടാണ്. സമ്മർ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ വിശപ്പിനും ദാഹത്തിനും ക്ഷീണത്തിനും ഒരുപോലെ ഉപയോഗിക്കാവുന്നൊരു ഡ്രിങ്കാണ്. നമ്മുടെ ഇപ്പോൾ നോമ്പ് തുറ സമയത്ത് ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്കായിട്ടും ഉപയോഗിക്കാം. ടൈറ്റിൽ കണ്ട പോലെ സാഗോ റൈസും മാംഗോ. സാഗോ റൈസ് എന്ന് പറഞ്ഞത് ഇത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് സാഗോ റൈസ്. നമ്മുടെ ഇവിടെ നാട്ടിൽ ചൗവരി എന്നാണ് പറയുക. ഇതിനെ സാബുദാന റൈസൊന്നും പിന്നെ സാബുൻ റൈസൊന്നും, സാബുദാന എന്ന് ഹിന്ദിയിൽ പറയും. ടപ്പിയോക്ക പേൾസ് എന്ന് പറയും. ഇത് ടപ്പിയോക്ക, നമ്മുടെ കപ്പയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ടപ്പിയോക്ക പേൾസ് എന്ന് പറയണേ. അപ്പോൾ അതും പിന്നെ മാംഗോയുടെ സീസണാണ്. ഞാനൊരു 5 മാമ്പഴം ചെറുത് കൊണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം നാരില്ലാത്ത ഏതുതരം മാങ്ങ വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇത് കൂടാണ്ട് 1-2 എക്സ്ട്രാ ഐറ്റംസ് കൊണ്ട് ഞാൻ കാണിക്കാം. നമുക്ക് നോക്കാം വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ വാനില ടേസ്റ്റുള്ള കസ്റ്റാർഡ് പൗഡർ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിലുള്ള എടുക്കാം കേട്ടോ. ആ കസ്റ്റാർഡ് പൗഡർ ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മൊത്തം 1 ലിറ്റർ പാൽ ഉപയോഗിക്കുന്നുണ്ട്. ആ 1 ലിറ്റർ പാലിൽ ഒരു 6 ടേബിൾ സ്പൂൺ പാൽ ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് മറ്റൊരു ചെറിയ ബൗളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കണക്കാക്കി ബേസിൽ സീഡ്സ്, നമ്മൾ കഷ്കഷ് എന്ന് പറഞ്ഞ സാധനമാണ്, ബേസിൽ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് വെള്ളത്തിലിടുമ്പോൾ തന്നെ ഒന്ന് കുതിർന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ആ 1 ലിറ്റർ പാലിൻ്റെ ബാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടേ. നിങ്ങളുടെ മധുരം ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ഞാനൊരു 3/4 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കാനായിട്ട് ഞാൻ ഓൺ ചെയ്തിട്ട് തിളപ്പിക്കുകയാണ്. പാൽ തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ എടുത്ത കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, ആ കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനൊരു ലോ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരും, ഒന്ന് കുറുകി വരും. അതിനുശേഷം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൽ കസ്റ്റാർഡ് മിക്സ് ഇതൊരു 7 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഓക്കെ, അതേസമയം ഇതേ മറ്റൊരു പാനിൽ ഒരു 4 കപ്പ് വെള്ളം വെച്ചിട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ടേ. വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ റൈസില്ലേ, സാഗോ റൈസ് ഒന്ന് കഴുകിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. തിളച്ച വെള്ളത്തിൽ ഇടാവും, പച്ചവെള്ളത്തിൽ ഇടരുത്. ഇനി ഇതൊരു 10-15 മിനിറ്റ് വേവിക്കണം. അതായത് ഇതൊന്ന് ട്രാൻസ്പാരൻ്റ് ആയി വരുന്ന ഗ്ലാസ് പോലെയാവും ഈ സാഗോ റൈസ് ഒന്ന് വെന്തിട്ട്. അതുവരെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സാഗോ റൈസ് ഇപ്പോൾ ഒരു 20 മിനിറ്റോളം വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് വാഷ് ചെയ്തെടുക്കണം നമുക്ക് നന്നായിട്ട്. നമ്മളിതിൻ്റെ സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ട് തണുത്ത വെള്ളം കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ സ്റ്റാർച്ചൊക്കെ അങ്ങ് പോകും, നമുക്ക് പേൾസ് മാത്രം കിട്ടും. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫൈനൽ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. നമ്മളിന് ചെയ്യാൻ പോകുന്ന ഒരു മിക്സിയുടെ ജാറിലേക്ക്, ബ്ലെൻഡറിലേക്കായാലും മതി കേട്ടോ, കുറച്ച് മാംഗോ പീസസ്, നമ്മൾ മാമ്പഴം കട്ട് ചെയ്തെടുത്ത് 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, അതൊഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ജാർ അടച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് തരാം ഞാൻ കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. നമുക്ക് ഫൈനൽ മിക്സിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യം ഞാൻ ഇതിനൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്, ഒരു മിക്സിംഗ് ബൗളിലേക്ക്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ സാഗോ റൈസ് ഇല്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി കസ്കസ് ഇട്ട് കൊടുക്കുക കേട്ടോ, ബേസിൽ സീഡ്സ്. ഇനി മാമ്പഴത്തിൻ്റെ ചെറിയ പീസസ് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് തണുപ്പിന് വേണ്ടി ഞാൻ കുറച്ച് ഐസ് ചേർക്കുന്നുണ്ട്. ഐസ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന്. ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ശരിക്കും ഓപ്ഷണലാണ്, കുറച്ച് ഉണ്ടായിരുന്നതിന് എടുത്തതേ ഉള്ളൂ. ഞാൻ 1 ടേബിൾ സ്പൂൺ പിസ്ത ആഡ് ചെയ്യുന്നുണ്ട്, ബദാം ആഡ് ചെയ്യുന്നുണ്ട് 1 ടേബിൾ സ്പൂൺ തന്നെ, പിന്നെ കുറച്ച് കാഷ്യൂനട്ടും ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്ക് അല്ലെങ്കിൽ സമ്മർ സ്പെഷ്യൽ ഡ്രിങ്ക് റെഡിയാണ്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഓക്കെ, ആസ് യൂഷ്വൽ ഞങ്ങളുടെ 4 ഗ്ലാസും റെഡിയാണ്. ഇതിലേക്ക് ഒഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 4 ഗ്ലാസ്സിൽ നമ്മൾ ഡ്രിങ്ക് എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ഗാർണിഷിങ് ആട്ടോ. ഞാൻ എന്താ പറയുക, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കുറച്ച് പീസസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മാങ്കോയുടെ ചെറിയ പീസസും കൂടെ ഒരു ഭംഗിക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാം, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.